വ്യക്തി ശുചിത്വം, പേഴ്സണൽ ഹൈജീൻ. വിഷയം ഡിസൈൻ, ശബ്ദം KH സുലൈമാൻ. കാലുകളുടെ ശുചിത്വം. കാലുകൾ മണ്ണ്, വെള്ളം, മലിനമായ പ്രദേശങ്ങളിൽ നിരന്തരമായി സ്പർശിക്കുന്ന അവയവം. രോഗം പരത്തുന്ന സൂക്ഷ്മജീവികൾ മലിനമായ കാലുകളിൽ നിന്നും കിടക്ക, ബെഡ്ഷീറ്റ് എന്നിവ വഴി മറ്റുള്ളവരിലേക്ക് പകരാൻ സാധ്യത. ശുചിത്വ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. കുളിക്കുമ്പോൾ കാൽ വിരലുകൾക്കിടയിലും നഖം, പാദം എന്നിവ സോപ്പും വെള്ളവും ബ്രഷും ഉപയോഗിച്ച് ഉരച്ച് കഴുകുക. ശേഷം ഉണങ്ങിയ കോട്ടൺ തുണി കൊണ്ട് തുടച്ച് ഈർപ്പം ഇല്ലാതാക്കി ഉണക്കുക. ഇതിന് ശേഷം മാത്രം സോക്സ്, ഷൂ എന്നിവ ധരിക്കുക. ജല ആഗിരണ ശേഷിയുള്ള കോട്ടൺ സോക്സ് ധരിക്കുന്നതാണ് അഭികാമ്യം. നേരത്തെ കുളിച്ച് കാൽ ഉണങ്ങിയ ശേഷം മാത്രം സോക്സ് ധരിക്കുക. അല്ലാത്തപക്ഷം ഫംഗസ് വളർച്ചയുണ്ടായി ദുർഗന്ധം ഉണ്ടാവുന്നതിന് കാരണമാകുന്നു. കാൽ വെയിലിൽ കാണിച്ച് ഉണക്കിയ ശേഷം സോക്സ് ധരിക്കുന്നതാണ് നല്ലത്. കുട്ടികളുടെ കാര്യത്തിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാലിലെ നഖം സ്ഥിരമായി ട്രിം ചെയ്യുക. നേരെ മുറിക്കുന്നതാണ് അഭികാമ്യം. വശങ്ങൾ റൗണ്ട് ചെയ്യുന്നത് നഖം മാംസത്തിലേക്ക് വളരുന്നതിനും ഫംഗസ് ബാധയ്ക്കും കാരണം ആയേക്കാം. ജോലിക്ക് ശേഷവും യാത്രകൾക്ക് ശേഷവും കാൽ സോപ്പ്, വെള്ളം, ബ്രഷ് എന്നിവ ഉപയോഗിച്ച് വൃത്തിയാക്കേണ്ടതാണ്. വീട്ടിൽ അകത്ത് ധരിക്കുന്നതിന് അഭികാമ്യമായ ചെരുപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇടയ്ക്കിടെ കാൽ നനയ്ക്കാതെ ഉണക്കി സൂക്ഷിക്കുന്നതാണ് നല്ലത്. മഴക്കാലത്ത് ചെരുപ്പ് ധരിക്കുമ്പോൾ പാദത്തിൽ വെള്ളം നിൽക്കാവുന്ന തരത്തിൽ കുഴിഞ്ഞ സോളുള്ള പാദരക്ഷ ഉപയോഗിക്കരുത്. വായു സഞ്ചാരമുള്ള ചെരുപ്പ് ധരിക്കുക. സ്ത്രീകൾ ഉയർന്ന ഹീലുള്ള ചെരുപ്പ് ഉപയോഗിക്കരുത്. മഴക്കാലത്ത് വെള്ളം വലിച്ചെടുക്കുന്ന കോട്ടൺ മെറ്റീരിയൽ നിർമ്മിത ചെരുപ്പുകൾ ഒഴിവാക്കുക. പാദം മുതൽ ഇടുപ്പ് വരെയുള്ള കാൽ ഭാഗങ്ങൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കേണ്ടതാണ്. കാൽ മുട്ടിന് പുറകുവശം വിയർപ്പ് സാധ്യത കൂടുതൽ ആയതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വകാര്യ ഭാഗങ്ങളുടെ ശുചിത്വം. പുരുഷന്മാർ. ആൺകുട്ടികളുടെ അഥവാ പുരുഷന്മാരുടെ സ്വകാര്യ ജനനേന്ദ്രിയ ഭാഗങ്ങൾ വൃത്തിയിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇതിൻ്റെ ചുറ്റുപ്രദേശം ദിവസം 2 നേരം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി ഉണക്കി സൂക്ഷിക്കേണ്ടതാണ്. തുടകൾ, തുടയിടുക്ക് എന്നീ ഭാഗങ്ങൾ പ്രത്യേകം നന്നായി കഴുകി വിയർപ്പ്, ഈർപ്പം ഇല്ലാതെ സൂക്ഷിക്കുക. വൃത്തിക്കുറവ് ഈ ഭാഗങ്ങളിൽ ഫംഗസ് രോഗബാധ, ചൊറിച്ചിൽ എന്നിവയ്ക്ക് കാരണമാകുന്നു. ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തെ ചർമ്മം നീക്കി ഈ ഭാഗം നന്നായി കഴുകി സൂക്ഷിക്കുക. ലിംഗ ചർമ്മത്തിനടിയിൽ ഉണ്ടാവുന്ന സ്മെഗ്മ എന്ന വെളുത്ത പദാർത്ഥം നീക്കം ചെയ്യേണ്ടതാണ്. ഇത് തൊലിക്കടിയിൽ അടിഞ്ഞുകൂടി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇത് ക്യാൻസറിന് കാരണമായേക്കാം എന്ന് പറയപ്പെടുന്നു. മൂത്ര വിസർജനത്തിന് ശേഷം ലിംഗാഗ്രം കഴുകുന്നത് നല്ല ആരോഗ്യ ശീലം ആകുന്നു. ലിംഗവും വൃഷ്ണസഞ്ചിയും ദിവസം 2 നേരം സോപ്പിട്ട് കഴുകി ഉണക്കി സൂക്ഷിക്കുക. ഈ ഭാഗങ്ങളിലെ രോമം ട്രിം അഥവാ ഷേവ് ചെയ്ത് നീക്കം ചെയ്യേണ്ടതാണ്. രോമത്തിൽ വിയർപ്പ്, ഈർപ്പം എന്നിവ സൂക്ഷ്മജീവികൾ വളരുന്നതിന് കാരണമാകുന്നു. ഇത് ഫംഗസ് രോഗബാധ, ചൊറിച്ചിൽ, ദുർഗന്ധം, മൂത്രത്തിലെ പഴുപ്പ് എന്നിവയ്ക്ക് കാരണം ആയേക്കാം. മലദ്വാരവും
ചുറ്റുപ്രദേശവും ദിവസം 2 നേരം സോപ്പിട്ട് കഴുകേണ്ടതാണ്. തറയിൽ ഇരുന്ന് പുറകു വശത്ത് നിന്ന് കഴുകി ഹെൽത്ത് ഫൊസറ്റ് ഉപയോഗിച്ച് വെള്ളം സ്പ്രേ ചെയ്യുന്നതാണ് അഭികാമ്യം. ഇതിനുശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടതാണ്. ഈ ഭാഗത്ത് സൂക്ഷ്മജീവികൾ ധാരാളം ഉള്ളതിനാൽ ഇവ ലിംഗപ്രദേശങ്ങളിലും മൂത്രനാളിയിലും എത്താതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടോയ്ലറ്റിൽ പോയതിന് ശേഷം പുറകു വശത്തുകൂടി വെള്ളം നന്നായി സ്പ്രേ ചെയ്താൽ ഈ ഭാഗം ശുദ്ധിയാവുന്നതാണ്. കൈകൾ ഈ ഭാഗത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുകയാണ് അഭികാമ്യം. നിർബന്ധം ആണെങ്കിൽ ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടതാണ്. മലദ്വാര പ്രദേശം സ്പർശിച്ച ശേഷം അതേ കൈകൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കാതെ ലിംഗം, മറ്റു ശരീരഭാഗങ്ങൾ, ടാപ്പ് എന്നിങ്ങനെ മറ്റു വസ്തുക്കൾ സ്പർശിക്കരുത്. അടിവസ്ത്രങ്ങൾ ഒരു ദിവസത്തിൽ അധികം ഉപയോഗിക്കരുത്. കോട്ടൺ അടിവസ്ത്രങ്ങളാണ് അഭികാമ്യം. ഇവ വെയിലിൽ ഉണക്കി എടുക്കുക. ലൈംഗിക ബന്ധത്തിന് ശേഷം ഉടൻ സോപ്പിട്ട് കഴുകുക, മൂത്രമൊഴിക്കുക. ഇത് മൂത്രത്തിലെ അണുബാധ സാധ്യത തടയുന്നതിന് സഹായിക്കുന്നു. ശേഷം നന്നായി കുളിക്കുക. സ്വകാര്യ ഭാഗങ്ങളുടെ ശുചിത്വം. സ്ത്രീ ജനനേന്ദ്രിയ അവയവം പുരുഷ ലിംഗത്തേക്കാൾ അണുബാധ സാധ്യത. ഈർപ്പം മൂലമുള്ള ഫംഗസ് സാന്നിധ്യം, ഇതുമൂലമുള്ള അസുഖകരമായ ഗന്ധം എന്നിവയ്ക്ക് സാധ്യത. മലദ്വാരവുമായുള്ള സാമീപ്യം അടുത്തായതിനാൽ സൂക്ഷ്മജീവികൾ പ്രവേശിക്കുന്നതിന് സാധ്യത. ആർത്തവ സംബന്ധമായ ഹൈജീൻ അഭാവം ആരോഗ്യപ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. യോനി പ്രദേശം പുറം ഭാഗം ദിവസം 3 നേരം ലഘുവായ സോപ്പിട്ട് കഴുകേണ്ടതാണ്. ക്ലിറ്റോറിസ് ഭാഗത്ത് പുരുഷ ലിംഗത്തിൽ കാണും വിധം ചെറിയ രീതിയിൽ സ്മെഗ്മ സാധ്യത ഉള്ളതിനാൽ ഇത് നീക്കം ചെയ്യേണ്ടതാണ്. രോമം ട്രിം ചെയ്യുകയാണ് അഭികാമ്യം. ഈ ഭാഗത്ത് ബ്ലേഡ് മൂലമുള്ള മുറിവ് സാധ്യത ഒഴിവാക്കുക. രോമത്തിൽ വിയർപ്പ്, ഈർപ്പം എന്നിവ സൂക്ഷ്മജീവികൾ വളരുന്നതിന് കാരണമാകുന്നു. ഇത് ഫംഗസ് രോഗബാധ, ചൊറിച്ചിൽ, ദുർഗന്ധം, മൂത്രത്തിൽ പഴുപ്പ് എന്നിവയ്ക്ക് കാരണം ആയേക്കാം. ടോയ്ലറ്റിന് ശേഷം ഹെൽത്ത് ഫൊസറ്റ് ഉപയോഗിച്ച് മുമ്പിൽ നിന്നും പുറകിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കഴുകുകയാണ് അഭികാമ്യം. സൂക്ഷ്മജീവികൾ അകത്ത് പ്രവേശിക്കുന്നത് തടയുന്നു. കൈകൾ മലദ്വാര പ്രദേശത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുകയാണ് അഭികാമ്യം. നിർബന്ധം ആണെങ്കിൽ ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടതാണ്. കുളിക്കുന്ന സമയത്ത് ഈ ഭാഗം തറയിൽ കാലിൽ ഇരിക്കുന്ന പൊസിഷനിൽ ഇരുന്ന് സോപ്പിട്ട് കഴുകി സൂക്ഷിക്കുക. മലദ്വാരവും ചുറ്റും സ്പർശിച്ചതും മലിനമായതുമായ കൈകൾ കൊണ്ട് യോനി പ്രദേശം സ്പർശിക്കുവാനോ കഴുകുവാനോ പാടില്ല. സോപ്പിട്ട് കഴുകിയ വൃത്തിയുള്ള കൈകൾ കൊണ്ട് മാത്രം ഇവിടം സ്പർശിക്കുക. ഓരോ തവണ മൂത്രം ഒഴിച്ച ശേഷവും വെള്ളം ഉപയോഗിച്ച് കഴുകുക. ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടക്കുക. ഇത് അടിവസ്ത്രം നനയാതിരിക്കുന്നതിനും ഫംഗസ് ബാധ തടയുന്നതിനും സഹായിക്കുന്നു. അടിവസ്ത്രങ്ങൾ ഒരു ദിവസത്തിൽ അധികം ഉപയോഗിക്കരുത്. കോട്ടൺ അടിവസ്ത്രങ്ങൾ ആണ് അഭികാമ്യം. ഇവ വെയിലിൽ ഉണക്കി എടുക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഓരോ തവണ മൂത്രം ഒഴിക്കുമ്പോഴും മൂത്രനാളി കഴുകൽ പ്രക്രിയയ്ക്ക് വിധേയമാവുന്നു. സൂക്ഷ്മജീവികൾ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നു. ഇത് മൂത്രത്തിലെ അണുബാധ തടയുന്നതിന് സഹായിക്കുന്നു. ആർത്തവ സമയത്ത് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന കോട്ടൺ പാഡുകൾ 20 മിനിറ്റ് സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് കഴുകി വെയിലിൽ ഉണക്കിയെടുക്കുക. മഴക്കാലത്ത് ഇസ്തിരി ഇടാവുന്നതാണ്. ലൈംഗിക ബന്ധത്തിന് ശേഷം ഉടൻ സോപ്പിട്ട് കഴുകുക, മൂത്രമൊഴിക്കുക. ഇത്
മൂത്രത്തിലെ അണുബാധ സാധ്യത തടയുന്നതിന് സഹായിക്കുന്നു. വയർ, നെഞ്ച്, കക്ഷം, പുറം എന്നിവയുടെ ശുചിത്വം. ശരീരത്തിൽ ഏറ്റവും അധികം ഏരിയ ഉള്ള ഭാഗമാണ് വയർ, നെഞ്ച്, പുറം എന്നിവ. വിയർപ്പ് ഗ്രന്ഥികൾ പുറംതള്ളുന്ന പോഷകങ്ങൾ ബാക്ടീരിയയും മറ്റ് സൂക്ഷ്മജീവികളും വളരുന്നതിനും ദുർഗന്ധവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുന്നതിനും കാരണമാകുന്നു. ബാക്ടീരിയ ഏറ്റവും വേഗത്തിൽ വളരുന്നത് ശരീര ഊഷ്മാവായ 37 ഡിഗ്രി സെൽഷ്യസിൽ ആകുന്നു. വയർ, നെഞ്ച്, പുറം എന്നീ ശരീരഭാഗങ്ങൾ കുറഞ്ഞത് ദിവസം 2 നേരം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി കുളിക്കേണ്ടതാണ്. കക്ഷം നന്നായി ഉരച്ച് കഴുകി ദുർഗന്ധം ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. രോമം ട്രിം അഥവാ ഷേവ് ചെയ്യുക. പുറം ടവൽ അഥവാ തോർത്തു എന്നിവ നനച്ച് ഇതിൽ സോപ്പ് തേച്ച് പുറത്തു വെച്ച് കൈകൾ ഉപയോഗിച്ച് വലിച്ച് ഉരച്ച് കഴുകേണ്ടതാണ്. ഷവറിന് ചുവട്ടിൽ വെള്ളം ഉപയോഗിച്ച് കഴുകി വിയർപ്പും മറ്റും പൂർണ്ണമായും കഴുകി കളയേണ്ടതാണ്. അല്ലാത്ത പക്ഷം സൂക്ഷ്മജീവികൾ വളരുന്നതിനും ദുർഗന്ധം, തൊലി സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണം ആയേക്കാം. കഴുത്ത് പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പൊക്കിൾ തൊലിമടക്കിൽ അഴുക്ക് അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പൃഷ്ഠഭാഗം അഥവാ ചന്തി പ്രദേശം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. എല്ലാ അവയവവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകി വിയർപ്പും മറ്റും പൂർണ്ണമായും നീങ്ങുന്നു എന്ന് ഉറപ്പാക്കുക. കൈകളുടെ ശുചിത്വം. ആരോഗ്യകരമായ ജീവിതത്തിന് കൈകളുടെ ശുചിത്വം അത്യന്താപേക്ഷിതം. സൂക്ഷ്മജീവികൾ ആയ രോഗാണുക്കൾ, മറ്റു മാലിന്യങ്ങൾ എല്ലാം തന്നെ കൈകൾ വഴി ശരീരത്തിനകത്ത് എത്താനുള്ള സാധ്യത വളരെ കൂടുതൽ. അതിനാൽ കൈകൾ വൃത്തിയിൽ സൂക്ഷിക്കുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. കൈകൾ എങ്ങനെ കഴുകണം? 1. കൈകൾ ശുദ്ധമായ ഒഴുകുന്ന ടാപ്പ് വെള്ളം ഉപയോഗിച്ച് നനയ്ക്കുക. ടാപ്പ് അടയ്ക്കുക. 2. ശേഷം ദ്രവ സോപ്പ് ഉപയോഗിച്ച് കൈപ്പത്തിയുടെ പുറകുവശം, വിരലുകൾക്കിടയിൽ, നഖത്തിനടിയിൽ എന്നിവിടങ്ങളിൽ ഉരച്ച് പത വരുത്തുക. 3. കൈകൾ തമ്മിൽ 20 സെക്കൻഡ് നന്നായി ഉരയ്ക്കുക. 4. ടാപ്പ് തുറക്കുക. കൈകൾ ഒഴുകുന്ന ടാപ്പ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുക. 5. വൃത്തിയുള്ള ടവൽ, ടിഷ്യൂ, എയർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കുക. കൈകൾ എപ്പോൾ കഴുകണം? പുറത്ത് പോകുക, യാത്ര ചെയ്യുക എന്നിവയ്ക്ക് ശേഷം, വീട്, ഓഫീസ് എന്നിവിടങ്ങളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, കക്കൂസ്, മൂത്രപ്പുര എന്നിവ സന്ദർശിച്ച അഥവാ ഉപയോഗിച്ച ശേഷം, ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പും പാചക സമയത്തും ശേഷവും, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും സോപ്പ് ഉപയോഗിച്ച് കൈകൾ ഉരച്ച് കഴുകുക. ശേഷം മൊബൈൽ പോലുള്ള കൈകൾ അശുദ്ധമാവുന്ന വസ്തുക്കൾ സ്പർശിക്കരുത്. ചുമക്കുക, തുമ്മുക, പുകവലിക്കുക, ഭക്ഷണം കഴിക്കുക, കുടിക്കുക ഇവയ്ക്ക് ശേഷം, മൂക്ക് സ്പർശിക്കുകയോ ചീറ്റുകയോ ചെയ്തതിന് ശേഷം, മുഖം, മുടി, വായ, മുറിവ് എന്നിവ സ്പർശിച്ചതിന് ശേഷം, അഴുക്ക്, നിലം, അഴുകിയ വസ്ത്രം എന്നിവ സ്പർശിച്ചാൽ, മാലിന്യം, ക്ലീനിംഗ് ലൈനുകൾ, കെമിക്കൽസ് എന്നിവ കൈകാര്യം ചെയ്ത ശേഷം, രോഗമുള്ളവരെ പരിചരിച്ച ശേഷം, കുട്ടികളുടെ ശുചിത്വ പരിപാലന ശേഷം, മൃഗ പരിപാലന ശേഷം. ചെവിയുടെ ആരോഗ്യ ശുചിത്വം. അസഹ്യമായതും ഉച്ചത്തിലുള്ളതുമായ ശബ്ദം കേൾക്കുന്നത് ഒഴിവാക്കുക. ചെവിയുടെ ഉൾഭാഗം സ്വയം ക്ലീനിംഗ് സംവിധാനം ഉള്ളത്.
ചെവി ബഡ്സ് ഉൾപ്പെടെ ഖര ദ്രവരൂപത്തിലുള്ള ഒന്നും തന്നെ ചെവിക്കുള്ളിൽ ഉപയോഗിക്കരുത്. ചെവിക്കായം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം പരിശീലനം ലഭിച്ച വ്യക്തിയെ കൊണ്ട് നീക്കം ചെയ്യിപ്പിക്കുക. കോട്ടൺ ബഡ്സ് ചെവിക്കുള്ളിൽ ഉപയോഗിക്കരുത്. ഇത്തരത്തിലുള്ളതും അണുവിമുക്തമല്ലാത്തതുമായ വസ്തുക്കൾ ചെവി വൃത്തിയാക്കുന്നതിന് ഉപയോഗിക്കരുത്. ചെവിയുടെ പുറംഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകി സൂക്ഷിക്കുക. ചെവിക്കകത്തുള്ള മെഴുക് ചെവിക്ക് സംരക്ഷണം നൽകുന്നു. ഇത് സ്ഥിരമായി നീക്കം ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇയർഫോൺ ഉപയോഗിക്കുന്നതും ഉച്ചത്തിൽ കേൾക്കുന്നതും ചെവിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല. കണ്ണിൻ്റെ ആരോഗ്യ ശുചിത്വം. ഭക്ഷണത്തിൽ പഴം, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തുക. നടത്തം, വ്യായാമം, ഭക്ഷണ നിയന്ത്രണം എന്നിവയിലൂടെ പ്രമേഹം പോലുള്ള കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുക. കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉടൻ ചികിത്സ തേടുക. കണ്ണട എപ്പോഴും ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക. കണ്ണിൽ സ്പർശിക്കാതിരിക്കുക. കോണ്ടാക്റ്റ് ലെൻസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് കൈകൾ സോപ്പിട്ട് കഴുകുക. കണ്ണിൻ്റെ സുരക്ഷ. ആവശ്യമായ ജോലികൾ ചെയ്യുമ്പോൾ സുരക്ഷാ കവചം ഉപയോഗിക്കുക. 20x20x20 റൂൾ. കൂടുതൽ സമയം കമ്പ്യൂട്ടർ, മൊബൈൽ, TV സ്ക്രീൻ നോക്കിയാൽ ഓരോ 20 മിനിറ്റിലും 20 സെക്കൻഡ് 20 അടി ദൂരത്തേക്ക് നോക്കുക. പുകവലി ഒഴിവാക്കുക. യാത്രകൾക്ക് ശേഷം കണ്ണുകൾ ശുദ്ധജലത്തിൽ കഴുകുക. വായയുടെ ശുചിത്വം. കുറഞ്ഞത് 2 നേരം ദിവസവും ബ്രഷും പേസ്റ്റും ഉപയോഗിച്ച് പല്ല് ബ്രഷ് ചെയ്യേണ്ടതാണ്. സോഫ്റ്റ് ബ്രിസിൽസ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നതാണ് അഭികാമ്യം. നാവും ബ്രഷ് ചെയ്യേണ്ടതാണ്. പല്ലിൻ്റെ മുൻഭാഗവും ഉൾഭാഗവും ബ്രഷ് ചെയ്യേണ്ടതാണ്. ആൻറ്റി ബാക്ടീരിയൽ മൗത്ത് വാഷ് ദിവസവും ഉപയോഗിക്കുന്നത് അഭികാമ്യം. ഓരോ തവണ ഭക്ഷണശേഷവും വായ നന്നായി വൃത്തിയാക്കേണ്ടതാണ്. വെള്ളം കുടിക്കുമ്പോൾ വായ വൃത്തിയാക്കപ്പെടുന്നതിനാൽ ധാരാളം വെള്ളം കുടിക്കുക. ഭക്ഷണത്തിന് ശേഷം ഫ്രൂട്ട്സ് കഴിക്കുന്നത് ശീലമാക്കുക. വസ്ത്രങ്ങളുടെ ശുചിത്വം. ധരിക്കുന്ന വസ്ത്രങ്ങൾ ഒരു ദിവസത്തിലധികം തുടർച്ചയായി ഉപയോഗിക്കരുത്. അടിവസ്ത്രങ്ങൾ ഒന്നിലധികം ദിവസം തുടർച്ചയായി ഉപയോഗിക്കരുത്. വസ്ത്രങ്ങൾ അനുയോജ്യമായ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് നന്നായി കഴുകി ഉണക്കി ഉപയോഗിക്കേണ്ടതാണ്. വിയർപ്പ് കൂടുതൽ ഉള്ള ഭാഗങ്ങൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തി കഴുകേണ്ടതാണ്. മറ്റു വസ്തുക്കളുടെ ശുചിത്വം. ഉപയോഗിക്കുന്ന വസ്തുക്കൾ ബാഗ്, മൊബൈൽ, കണ്ണട, ആഭരണങ്ങൾ, ID കാർഡ്, വാച്ച്, കൈച്ചരട് തുടങ്ങിയവ അനുയോജ്യമായ രീതിയിൽ കഴുകിയോ സാനിറ്റൈസ് ചെയ്തോ വൃത്തിയിലും അണുവിമുക്തമായും ഉപയോഗിക്കേണ്ടതാണ്. നന്ദി.